ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. കേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും ഇന്ന് എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചതെന്നും SITയുടെ നീക്കവും നമുക്ക് വിശദമായി പരിശോധിക്കാം. കോടതിയിൽ ഇന്ന് നടന്നത് എന്താണെന്നാണ് ആദ്യം പരിശോധിക്കുന്നത്. ജനുവരി 15 വരെയാണ് SITയുടെ കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ബലാത്സംഗ പരാതിയിൽ മാവേലിക്കര സബ് ജയിലിലായിരുന്ന റിമാൻഡിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. പോലീസ് നൽകിയ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി. ഇനി 16-ന് രാഹുലിന്റെ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും. ജനുവരി 15 വരെയാണ് രാഹുലിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 16-ന് ജാമ്യ ഹർജി പരിഗണിക്കും. അതിനുള്ളിൽ തന്നെ SITക്ക് വളരെ നിർണായകമായിട്ടുള്ള തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇന്ന് കോടതിയിൽ സംഭവിച്ചതിൽ പ്രതിഭാഗത്തിന്റെ വാദം നമുക്ക് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേസെടുത്തത് നടപടിക്രമം പാലിക്കാതെയാണ് എന്നുള്ളതാണ്. അത് ഈ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടന്ന സാഹചര്യം മുതൽ തന്നെ ഈ നടപടികളൊന്നും കൃത്യമായല്ല പാലിക്കുന്നത് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ അതിനെ കോടതിയിൽ പ്രോസിക്യൂഷൻ എതിർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് മൊഴി കൊടുത്തതിലെ വീഴ്ച. ഈ മൊഴി കൊടുത്തതിലെ വീഴ്ച എന്ന് പറയുന്നത് രാഹുലിനെതിരെ കേസെടുത്തത് പോലും നടപടിക്രമം പാലിക്കാതെയാണ് എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചിരുന്നത്. ഈ പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസ് വഴിയാണെന്നും മൊഴിയെടുത്താൽ 3 ദിവസത്തിനകം ഒപ്പിടണം എന്ന കാര്യം പാലിച്ചിട്ടില്ല എന്നുമാണ് രാഹുലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. ഈ അറസ്റ്റ് വിവരം പ്രതിയോട് പറഞ്ഞില്ല, അറസ്റ്റിന്റെ കാരണങ്ങൾ പര്യാപ്തമല്ല, 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന നിബന്ധന പാലിച്ചില്ല എന്നൊക്കെ പ്രതിഭാഗം ഇന്ന് കോടതിയിൽ വാദിച്ചു. എന്നാൽ രാഹുൽ അറസ്റ്റ് നോട്ടീസിൽ ഒപ്പിടാത്തത് എന്താണെന്ന് കോടതി തിരികെ ചോദിക്കുകയായിരുന്നു. അറസ്റ്റിനെ താൻ തടഞ്ഞിട്ടില്ലെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുമൊക്കെയായിരുന്നു രാഹുലിന്റെ അതിനുള്ള വാദം. പോലീസ് തന്നെ കൊണ്ടുനടന്ന് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു, അറസ്റ്റിന് ശേഷം ഏറെ നേരം കസ്റ്റഡിയിൽ വെച്ചു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളെല്ലാം രാഹുൽ ഇന്ന് കോടതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അറസ്റ്റിന് കാരണങ്ങൾ പര്യാപ്തമല്ല എന്നുള്ളതാണ്, സാക്ഷികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റായിട്ട് രാഹുലിന്റെ വക്കീൽ പറഞ്ഞിരുന്നത്. 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്ന നിബന്ധന പാലിച്ചില്ല എന്നതാണ് സാക്ഷികളുടെ കാര്യത്തിൽ പ്രതിഭാഗം വാദിച്ചത്. മാത്രവുമല്ല, തനിക്കെതിരായിട്ടുള്ള പ്രതികാര നടപടിയാണിതെന്നും ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തത് താനല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ട കാര്യമില്ല, തനിക്കെതിരായ എല്ലാ ആരോപണങ്ങളും കെട്ടിച്ചമച്ചതാണെന്നുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ അവിടെ വാദിച്ചിരുന്നു. ഇനി SITയുടെ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചോദ്യം ചെയ്യലാണ്. കാരണം ഇതിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. കാരണം ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിലൊന്നും രാഹുൽ ഈ കസ്റ്റഡിയിലെടുത്തതിന് ശേഷമുള്ള ഒരു നടപടിയിലും രാഹുൽ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം വിശദമായി ചോദ്യം ചെയ്യുക എന്നതുണ്ട്. 5 ദിവസത്തേക്കായിരുന്നു കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം കൂടി പരിഗണിച്ചുകൊണ്ട് കോടതി 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അതിജീവിതയുടെ പരാതിയുടെയും മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് SIT ചില ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. അതായത് ആ ചോദ്യങ്ങൾക്കനുസരിച്ച് എത്രത്തോളം വേഗത്തിലാണോ അത്രത്തോളം വേഗത്തിൽ ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനായിരിക്കും SIT. കാരണം 3 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. രാഹുൽ നിലവിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആവർത്തിച്ച് ചോദിച്ചിട്ടും ഈ പറയുന്ന ഫോണിന്റെയോ ഇല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെയോ പാസ്വേഡുകളൊന്നും രാഹുൽ ഇതുവരെ നൽകിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ ഒരു ഫോൺ നേരത്തെ പാലക്കാട്ട് താമസിച്ചിരുന്ന KPM ഹോട്ടലിന്റെ 2002 റൂമിൽ നിന്ന് ഒരു പേഴ്സണൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും മറ്റ് തെളിവെടുപ്പ് കാര്യങ്ങളിലേക്ക് കടക്കുക. ഇനി തെളിവെടുപ്പ് നടക്കാനുള്ളത് പാലക്കാട്ടും തിരുവല്ലയിലുമാണ് തെളിവെടുപ്പ് നടക്കേണ്ടത്. നാളെ തെളിവെടുപ്പ് ആരംഭിച്ചേക്കും എന്നാണ് SIT അറിയിച്ചിരിക്കുന്നത്. DYSPയുടെ നേതൃത്വത്തിലാണ് രാഹുലിനെ ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യലിനായിട്ട് DIG G പൂങ്കുഴലി തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ്. ഇനി നമുക്കറിയേണ്ടത് ഇത് എത്രത്തോളം വലിയ പ്രതിഷേധം. ഇപ്പം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, അവിടെ പോലീസ് എയർ ക്യാമ്പിന് ചുറ്റുമുണ്ടായിരുന്ന ഇല്ലെങ്കിൽ മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ ജില്ലാ ആശുപത്രിക്ക് ചുറ്റുമുണ്ടായിരുന്ന, അതിനുശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്ന വലിയ പ്രതിഷേധങ്ങൾക്ക് നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് രാവിലെ കോടതിയിലേക്ക് രാഹുലിനെ എത്തിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഇനി കോടതിക്ക് അകത്തും പുറത്തുമൊക്കെ നടന്ന കൂടുതൽ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്ന ലിജോ റോളൻസ് നൽകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ അതിജീവിതയുടെ പരാതിയിലാണ്
കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് പ്രോസിക്യൂഷന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 3 ദിവസത്തേക്ക് 15-ാം തീയതി വൈകുന്നേരത്തേക്ക് വരെ രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെ നടപടിക്രമങ്ങൾ ഈ 15-ാം തീയതി വൈകുന്നേരത്തിനുൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ ഏകദേശം 9:30യോടുകൂടെയാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും രാഹുലിനെ പുറത്തേക്ക് ഇറക്കുന്നത്. ആ സമയത്ത് തന്നെ അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. ഡിവൈഎഫ്ഐ BJP പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ആ വാഹനം തടയാനൊരു ശ്രമം നടത്തുകയും ചീമുട്ടയിറക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് പോലീസിന്റെ വലിയ സുരക്ഷയോടുകൂടെയാണ് തിരുവല്ലയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് രാഹുലിനെ എത്തിക്കുന്നത്. അവിടെ ഗേറ്റിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ബന്ദോബസ്ത് ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പുറത്ത് പ്രവർത്തകർ രാഹുലിനെതിരെ കരിങ്കൊടിയും ഒപ്പം തന്നെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ ഉയർത്തിക്കൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്തു. അവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രമാണ് കോടതിയിലേക്കുള്ളത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ തുറന്ന് ഹാജരാക്കുന്ന സമയത്ത് ഏറ്റവും അധികം പ്രതിഷേധമുണ്ടായത് ആ ഒരു സമയത്തായിരുന്നു. അവിടെ തടിച്ചുകൂടി നിന്ന ആ ഒരു പ്രവർത്തകരെല്ലാം കൂടി ഒറ്റയടിക്ക് ആ വാഹനത്തെ പൊതിയുകയും വാഹനത്തിൽ നിന്നും ആളുകൾക്ക് രാഹുലിനെ ഇറക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് 2 ലെയറായി പോലീസുകാർ നിന്നുകൊണ്ട് സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് രാഹുലിനെ ആ സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിലെ 2ാമത്തെ നിലയിലുള്ള തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ മുന്നിൽ ഹാജരാക്കിയത്. കേസ് പരിഗണിച്ചത് രാവിലെ കേസുകൾ വിളിച്ചു തുടങ്ങിയതിനു ശേഷം അവസാന കേസായിട്ടായിരുന്നു പരിഗണിച്ചത്. അതിന് പിന്നാലെ ചെറിയ ഒരു ഇടവേള കോടതി എടുത്തതിന് ശേഷമാണ് കസ്റ്റഡി അപേക്ഷയിൽ ഒരു വാദം കേട്ടത്. ആ സമയം അത്രയും രാഹുൽ ആ കോടതി മുറിക്കുള്ളിൽ യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസമില്ലാതെ സാധാരണ എങ്ങനെയാണോ രാഹുൽ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെ ഒരു പെരുമാറ്റം, തന്റെ പരിചയക്കാരെയൊക്കെ കണ്ട് കൈകാണിക്കുകയും അവരോടൊക്കെ ചിരിച്ച് കുശലം പറയുന്ന ഒരു രീതിയിലൊക്കെ ആയിരുന്നു ആ ഒരു ഇടവേള സമയം ചിലവഴിച്ചത്. അതിനുശേഷം കോടതി വീണ്ടും കൂടുന്ന സമയത്താണ് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ളൊരു കാര്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനെ പ്രതിഭാഗം ശക്തമായി തന്നെ എതിർത്തു. ചില വാദങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു അതിനെ എതിർത്തത്. ഒന്ന്, പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഈ കേസ് നിലനിൽക്കില്ല, അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു നടപടിയെയും പ്രതിഭാഗം ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായുള്ള ഒരു കേസാണിതെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു കേസിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരാളിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. കഴിഞ്ഞ 2 കേസുകളിൽ നിന്നും രാഹുൽ ജാമ്യം നേടി രക്ഷപ്പെട്ടതിന്റെ ഒരു വൈരാഗ്യം തീർക്കുകയാണെന്നുള്ള കാര്യം ഉൾപ്പെടെയാണ് പറഞ്ഞത്. അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അവിടെ കൂടെ 2 പേരുടെ സാന്നിധ്യം വേണം, അത് ഉണ്ടായില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും അറസ്റ്റ് അല്ലെങ്കിൽ ഈ കസ്റ്റഡി എന്നുള്ളൊരു കാര്യത്തും വേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർത്തു. ഒരു ഘട്ടത്തിൽ കോടതി പോലും ഇടപെട്ടു. അത്തരത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അറസ്റ്റ് ഇന്റിമേഷൻ നോട്ടീസിൽ രാഹുൽ ഒപ്പിടാത്തത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൃത്യമായ ഒരു മറുപടി നൽകിയില്ല. പ്രോസിക്യൂഷൻ ആ സമയത്ത് ഇടപെടുകയും ഈ പാലക്കാട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം, തിരുവല്ലയിലെ ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തണം, കൃത്യമായി ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസത്തേക്കാണ് രാഹുലിനെ കസ്റ്റഡിയിലേക്ക് നൽകിയിരിക്കുന്നത്. അതിൽ ഇനി പ്രധാനമായും വേണ്ടത് ഇലക്ട്രോണിക് ഡിവൈസുകൾ കണ്ടെത്തണം. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, അത് കണ്ടെത്തണം. ഈ ചാറ്റുകളുടെ എല്ലാം ബാക്കപ്പ്, അത് കളഞ്ഞ ബാക്കപ്പ് എല്ലാം എടുക്കുന്നെങ്കിൽ അത് രാഹുൽ ഫോൺ അൺലോക്ക് ചെയ്ത് കൊടുത്ത അത്തരത്തിലൊരു കാര്യമുണ്ട്. അപ്പോൾ അതെല്ലാം റിട്രീവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ രാഹുലിന് കൃത്യമായി അതിനോട് സഹകരിക്കേണ്ട എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുകയും ചെയ്തത്. അക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തെളിവെടുപ്പിന് വേണ്ടുന്ന സമയമെല്ലാം അനുവദിച്ചുകൊണ്ടാണ് എന്തായാലും 15-ാം തീയതി വൈകുന്നേരം വരെ രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇതിനുശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കും. ഈ സമയത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ ചുമതല വഹിക്കുന്ന AIG തന്നെ ഒരുപക്ഷെ നേരിട്ടെത്തി ചോദ്യം ചെയ്യൽ നടത്താനും അടുത്ത ദിവസം സാധ്യതയുണ്ട്. ആദ്യം വിശദമായ ചോദ്യം ചെയ്യൽ, അതിനുശേഷമായിരിക്കും ഈ തെളിവെടുപ്പ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കാൻ. ഇതിനെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും 16-ാം തീയതിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ദിവസങ്ങളല്ല, 16 നിർണായകമാണ്. ഒരുപക്ഷെ അത് ഈ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയാൽ തുടർന്നുള്ള മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് രാഹുലിന് മുന്നിലുള്ള മറ്റൊരു വഴി. യെസ്, അതാണ് ലിജോ പറഞ്ഞതുപോലെ മേൽക്കോടതിയിലേക്ക് പോകാനുള്ളൊരു വഴി ഉണ്ട്. പക്ഷേ ജാമ്യം ലഭിക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ, ഇല്ലെങ്കിൽ ജാമ്യം ലഭിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നുണ്ട്. മാത്രമല്ല രാഷ്ട്രീയമായിട്ടും അതേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് കൈയൊഴിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് അത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിലൊക്കെ എത്രത്തോളം നിർണായകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് എന്നതുണ്ട്. ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പ്രതികരിച്ചത്. ആ പ്രതികരണത്തിൽ
തീരുമാനത്തിൽ തൃപ്തരല്ല. സ്വാഭാവികമായിട്ടും ഭരണപക്ഷം, പ്രത്യേകിച്ച് CPM അതിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്, പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയൊരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതായി ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ കോൺഗ്രസ് നൽകുമോ എന്നുള്ള കാര്യം പരിശോധിക്കണം. നിലവിൽ UDF-ലെ മറ്റ് ഘടകകക്ഷികളൊന്നും അനങ്ങിയിട്ടില്ല. മാത്രവുമല്ല, ഇന്നത്തെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമോ എന്നുള്ളതും കൂടി അറിയേണ്ടതുണ്ട്. DYFI ആണ് പ്രതിഷേധിച്ചത്. DYFI സംബന്ധിച്ച് വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം പൊതുച്ചോറുമായി ബന്ധപ്പെട്ടത്. അപ്പം സ്വാഭാവികമായിട്ടും അതിനുള്ള മറുപടി നൽകുക എന്നുള്ളതാണ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ദിവസവും ഇന്നിപ്പോൾ കോടതിയിൽ എത്തിച്ചപ്പോഴും ഒക്കെ കണ്ടത്. പക്ഷേ വരും ദിവസങ്ങളിൽ ആ പ്രതിഷേധം തുടരുമോ എന്നറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ രാജിക്കാര്യമാണ് ആവശ്യപ്പെടുന്നത്. രാജി ഇതുവരെ രാജിവെച്ചിട്ടില്ല. പക്ഷേ സ്പീക്കർ അത് എത്തിക്സ് കമ്മിറ്റി അത് മുന്നോട്ട് കൊണ്ടുപോകും. ഒഴിവാക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരുമിച്ചൊരു തീരുമാനം, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചൊരു തീരുമാനം എടുക്കേണ്ടതാണ്. അത് സഭ ചേരുമ്പോഴായിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുക. അതിനു മുമ്പ് രാജി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യം ഉയരുന്നുണ്ട്. BJP എങ്ങനെയായിരിക്കും ഇതുമായി മുന്നോട്ട് പോവുക? ഈ പ്രതിഷേധം ഇങ്ങനെ തന്നെ ഇന്നിപ്പോൾ കണ്ടതുപോലെ തന്നെ തുടരുമോ എന്നൊക്കെയുള്ളതാണ്. എന്തായാലും SITയെ സംബന്ധിച്ച് വലിയ ഭാരപ്പെട്ട ഇല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഈ 3 ദിവസം അത് ആ രീതിയിൽ തന്നെയായിരിക്കും. SIT ഇത്രയും വേഗം ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കുക എന്നതിലേക്ക് തന്നെയായിരിക്കും എത്തുക. അതിനുശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാണ് കോടതിയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്.